അപ്പോൾ നമ്മളെ ഇന്നത്തെ അൺബോക്സിംഗ് എന്ന് പറയുന്നത് ചെറിയൊരു പ്രിൻ്ററാണ്. അപ്പോൾ നമ്മുടെ മിനി പ്രിൻ്റർ എന്നൊക്കെ പറയും. നമുക്ക് ചെറിയ നമ്മുടെ ഫോട്ടോസോ അല്ലെങ്കിൽ നമ്മുടെ ചെറിയ നോട്ട്സോ അല്ലെങ്കിൽ ചെറിയ 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 പ്രിൻ്റ് ഔട്ടുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു സാധനമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അൺബോക്സിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ ബോക്സിൻ്റെ കട്ടിങ് ഓക്കെ ഇവിടെ. അപ്പം നമ്മുടെ ബോക്സിൽ വരുന്നത് നമ്മളൊരു പ്രിൻ്റർ വരുന്നുണ്ട്, മിനി പ്രിൻ്റർ. ഇത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഉള്ളിലൊരു USB വരുന്നുണ്ട്, ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് USB ചാർജർ വരുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പ്രിൻ്റർ ഇത്രയും ചെറിയൊരു സാധനമാണ്. ഓക്കെ, പിന്നെ നമുക്കിതിലുള്ളത് ഒരു സ്റ്റിക്കറാണ്. ഇത് വെറുതെ നമുക്ക് അവിടെ ഇവിടെ ഒട്ടിക്കാനുള്ള സ്റ്റിക്കറാണ്. പിന്നെ നമുക്ക് വരുന്നത് ഇതിലൊരു ബാഗ് വരുന്നുണ്ട്, നമ്മളെ പ്രിൻ്റർ ഇട്ടൊക്കെ നല്ല നൈസ് ഇതിൻ്റെ ഒരു മോഡല്. പിന്നെ അതേപോലെ ഈ പ്രിൻ്റർ പേപ്പർ 1 2 3 4 5 5 5 രണ്ട് കളറാണ് എനിക്ക് തോന്നുന്നു. ഓക്കെ, 10 എണ്ണം. പിന്നെ കളർ പേപ്പറും വരുന്നുണ്ട് കേട്ടോ, 3 കളർ പേപ്പറും വരുന്നു. പിന്നെ ഒരു പേപ്പർ നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് തൽക്കാലം ഇത് സൈഡാക്കി വെക്കാം. നമ്മുടെ മെയിൻ നോക്കാം. ഇതിലൊരു പേപ്പർ ഓൾറെഡി പ്രിൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ തുറക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് അവിടെ ഒരു റൈറ്റ് സൈഡിൽ ഒരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് നോക്കിയാൽ ഇത് നമുക്ക് ഊരിയെടുക്കാം. എന്നിട്ട് ഇവിടെ സാധനം ഇടും. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പരിപാടി. ഓക്കെ, പ്രസ്സിങ്. പിന്നെ ഇവിടെ ചാർജിങ് കാണുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന കേബിൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാം. സാധാരണ ഫോൺ ചാർജിങ് ചെയ്യുന്ന അഡാപ്റ്റർ C ടൈപ്പാണ് ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്യാം. പിന്നെ ഇവിടെ ഓൺ ഉണ്ട്, ഇവിടെ ഓൺ ആക്കി നോക്കാം. ഇവിടെ ഓൺ ആക്കിയാൽ ജസ്റ്റ് പേപ്പർ ഒന്നിങ്ങനെ വർക്ക് ചെയ്യുന്ന പോലെ ഉണ്ടാവും. പിന്നെ നമുക്ക് ഗ്രീൻ കളർ കാണാം. ഓക്കെ, ഇതിപ്പോൾ ഓണാണ്. ഇനി നമുക്കിത് പ്രിൻ്റ് എടുക്കണമെങ്കിൽ നമുക്കൊന്ന് എക്സാമ്പിൾ ഒന്ന് നോക്കാം. അപ്പോൾ പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോൺ ആവശ്യമുണ്ട്. ഇതിൻ്റെ ആപ്പ് എടുക്കണം. അപ്പം ആപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഐറ്റം ഇവിടെ വെക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കാറ്റലോഗിൽ നമുക്കിതിൻ്റെ ആപ്പിൻ്റെ ഡീറ്റെയിൽസ് ബാർകോഡ് ഉണ്ടാവും. ഇവിടെ ബാർകോഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മൊബൈൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബാർകോഡ് നമ്മളൊന്ന് സ്കാൻ ചെയ്യാണ്. അപ്പോൾ നമുക്ക് ബാർകോഡ് സ്കാൻ ചെയ്യുമ്പോൾ നമ്മളൊന്ന് സെർച്ച് ചെയ്യാണ്. ഇത് ആക്ച്വലി പ്ലേ സ്റ്റോറിലാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് സ്കാൻ ചെയ്താൽ നമുക്ക് ഇതിൻ്റെ പെട്ടെന്ന് ഡീറ്റെയിൽസ് കിട്ടും. ഇതിൽ 3 ഓപ്ഷൻ വരുന്നുണ്ട്: APK, ആൻഡ്രോയിഡ്, ആപ്പിൾ സ്റ്റോർ, പിന്നെ ഗൂഗിൾ പേ. നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നാണ് വേണ്ടത്. ഗൂഗിൾ പ്ലേ സ്റ്റോർ അടിച്ചു. അപ്പം നമ്മുടെ വേഗം അവിടെ എത്തും. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മളത് ഡൗൺലോഡ് ചെയ്തിട്ടു. ഇപ്പോൾ ഈ സ്വിച്ച് ഓൺ ചെയ്തതിനോട് നമുക്കിവിടെ ബ്ലൂടൂത്ത് ഓണായി കിടക്കുകയായിരിക്കും. അപ്പം നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ബ്ലൂടൂത്ത് ഒന്ന് ഓൺ ചെയ്തിടണം. ഫോണിൻ്റെ ബ്ലൂടൂത്ത് നമ്മൾ ഓൺ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ആപ്പ് 163 MB ഉള്ളതാണ്. ഫൺ പ്രിൻ്റ് എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. അപ്പോൾ ആ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് 2-3 സെക്കൻഡ് കൂടി പിടിക്കും. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിന് ശരിക്കും നമുക്ക് ഫ്ലിപ്കാർട്ടിലും കിട്ടും. 600-800 രൂപ, 800 വരെയൊക്കെയുള്ള റേഞ്ചിലുണ്ട്. പിന്നെ നമുക്ക് കൂടുതൽ പേപ്പർ വേണമെങ്കിൽ കൂടുതൽ ക്യാഷ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നല്ല, ഞാൻ ആമസോണിൽ നിന്നാണ് ഇത് ഓർഡർ ചെയ്തത്. ഇത് 1300 രൂപേൻ്റെ അടുത്തറ്റം റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആപ്പ് നമുക്ക് ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുന്നു. ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ Gmail ID കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ ഇത് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്കിതാ ഫസ്റ്റ് നമുക്ക് ഒന്ന് ഫിനിഷ് ചെയ്യണം. 2 ഓപ്ഷൻ വരുന്നുണ്ട്. ഇപ്പോൾ രണ്ടും മിനി പ്രിൻ്ററും പിന്നെ എലൈറ്റ് ഏറ്റവും തമ്മിൽ. അപ്പോൾ നമ്മൾ മിനി പ്രിൻ്റർ എടുത്തതുണ്ട്. ഇപ്പം നമ്മുടെ ഇതിൽ ഇത് ഫുള്ള് ചൈനീസ് ലാംഗ്വേജ് ആണ് വരുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷായി, ഗോട്ട് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്പിൻ്റെ മെനു. പിന്നെ നമുക്ക് ഈ ഡിവൈസ് നമുക്ക് കണക്ട് ചെയ്യണം. അപ്പം മൈ ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒന്ന് സെർച്ച് ചെയ്യണം. അപ്പോൾ ഇത് MXW01 എന്നാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പം നമ്മളത് ക്ലിക്ക് ചെയ്യുന്നു.
അത് ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മളത് കണക്റ്റഡായി. ഇപ്പോൾ നമുക്ക് ഇവിടെ കണക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ബാക്ക് അടിക്കുന്നു. ഇനി നമുക്ക് ഇഷ്ടം പോലെ നമ്മളെ ബാനറോ അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് എന്ത് വേണമെന്ന് നമുക്ക് ചെയ്യാം. നമ്മുടെ മെമ്മോ, ഫോട്ടോ എന്ത് വേണമെന്ന് നമുക്ക് പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പിക്ചർ ഇമേജ് എടുക്കാം. നമ്മുടെ ഫോണിലെ പിക്ചേഴ്സോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഒരു പിക്ചർ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനൊരു പിക്ചർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ പിക്ചർ കുറച്ച് കളർഫുൾ പിക്ചറാണ്. നമുക്കിതിൻ്റെ 90 ഡിഗ്രി എങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്യാം. അപ്പം നമ്മളതൊന്ന് ഇതെടുത്തിട്ട് ഓക്കെ കൊടുക്കുന്നു. എന്നിട്ട് നമുക്കിവിടെ പ്രിൻറ്റിങ് കൊടുക്കുകയാണ്. പ്രിൻറ്റിങ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. നമുക്ക് 2-3 ഓപ്ഷൻ, വെർട്ടിക്കൽ വരും, ഓറിയന്റേഷൻ, വെർട്ടിക്കൽ, ലൈൻ ഡ്രോയിങ് വരാം. അതായത് ഇതേപോലെ ഈ പ്രിന്റ് എടുക്കുകയാണെങ്കിൽ, ലൈൻ ഡ്രോയിങ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പ്രിന്റ് വരിക. ഗ്രാഫിക്സ് എടുക്കുകയാണെങ്കിൽ ഇതേപോലെ ലൈൻ വരും. പിന്നെ നമുക്ക് ഓറിയന്റേഷൻ ഡയറക്റ്റ്, അതായത് ഇതേപോലെ വെർട്ടിക്കലും ഓറിയന്റിക്കലും ആയിട്ട് നമുക്ക് എടുക്കാം. ഗ്രാഫിക്സ് എടുക്കാം. പിന്നെ നമ്മൾ ലൈറ്റ് 90%, ഡാർക്ക് 98 ആയിട്ട്, മീഡിയം ആയിട്ടുണ്ട്. കോപ്പീസ് ഒന്ന് ചെയ്യാം. എന്നിട്ട് നമ്മൾ പ്രിന്റ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ മെഷീനിൽ പ്രിന്റിങ് വരുന്നോ നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ പ്രിന്റിങ് കൊടുക്കുന്നുണ്ട്, ഇവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മെഷീൻ വർക്ക് ആവുന്നുണ്ട്. ഇതിപ്പോൾ കളർ പ്രിന്റ് നമുക്ക് കിട്ടൂല. കളർ പേപ്പറിൽ നമുക്ക് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പ്രിന്റ് ചെയ്യാമെന്നുള്ളൂ. ഇപ്പോൾ അത് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡിൽ വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ ചെറിയ പേഴ്സണൽ തിങ്സൊക്കെ നമുക്ക് പ്രിന്റ് എടുത്ത് വെക്കാൻ പറ്റിയ ഒരു പ്രിൻ്ററാണ്. ഇതാ ഈ പിക്ചറും ഈ പ്രിന്റിംഗ് ഓപ്ഷനിൽ വന്ന പിക്ചറും ഇതും തമ്മിൽ എക്സാക്റ്റ് ഏകദേശം ഒരു 90% ഓക്കെയാണ്. നമ്മൾ സെലക്ട് ചെയ്ത പിക്ചർ ഇതാണ്. അപ്പോൾ ഏകദേശമൊക്കെ ഒരു 90% ഓക്കെയാണ്. നമ്മുടെ പിക്ചർ ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഇതുപോലെ ചെയ്യാം. നമ്മുടെ ഡോക്യുമെന്റ്സ്, നമ്മുടെ മെമ്മോ ഓർമ്മിക്കാനുള്ളത്, അല്ലെങ്കിൽ ടു ഡു ലിസ്റ്റ്, ടെക്സ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ മിനി പ്രിൻ്ററാണ്. അപ്പോൾ നിങ്ങൾക്കും പ്രിൻ്റർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു അൺബോക്സിങ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇതേപോലെ നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മളെ പേഴ്സണൽ തിങ്സിലായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.